ഹായ്, അസ്സലാമലൈക്കും കൂട്ടുകാരെ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കണ്ണേറിനെയും നാവേറിനെയും കുറിച്ചാണ്. എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നന്നായി അറിയാം. എന്തായാലും അറിയാത്ത ചിലരില്ലേ, അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ സന്തോഷ വാർത്ത മറ്റൊരാൾ അറിയുമ്പോൾ അത് ആശ്ചര്യത്തോടെയും അത്ഭുതത്തോടെയും അസൂയയോടെയും നോക്കുമ്പോഴാണ് കണ്ണേറ് ഉണ്ടാവുന്നത്. എല്ലാ മതവിശ്വാസികളും കണ്ണേറിനെയും നാവേറിനെയും പേടിയോടെയാണ് നോക്കുന്നത്. സയന്റിഫിക്കലി പോലും ഇത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ ഐനു ഹഖുൻ, കണ്ണേറ് സത്യമാണ്. മറ്റുള്ളവരുടെ കണ്ണേറ് നാവേറ് ഫലിക്കുക തന്നെ ചെയ്യും. മനുഷ്യ, സസ്യ, ജന്തുജീവജാലങ്ങൾക്കെല്ലാം മറ്റുള്ളവരുടെ കണ്ണേറ് ഫലിക്കും. ഒരാൾ തൻ്റെ സഹോദരനിൽ അല്ലെങ്കിൽ പക്ഷി, സസ്യ, ജന്തുജീവജാലങ്ങൾ എന്തുമാകട്ടെ അവരിലുള്ള നന്മയെ കാണുന്ന സന്ദർഭത്തിൽ ആശ്ചര്യത്തോടെയോ അസൂയയോടെയോ നോക്കുമ്പോൾ അതോടുകൂടി അവരിൽ നിന്ന് ഉണ്ടാകുന്ന ചില വാക്കുകൾ കാരണമായോ ഉണ്ടാകുന്ന ചില ഉപദ്രവങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് കണ്ണേറ് നാവേറ്. കണ്ണേറും നാവേറും മൂലം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും കുടുംബത്തിലെ സമാധാനവും നമുക്ക് നഷ്ടപ്പെടുന്നു. മാത്രവുമല്ല, എപ്പോഴും കരഞ്ഞിരിക്കാനും വേവലാതി പറയാനും മാത്രമേ നമുക്ക് നേരമുണ്ടാവുള്ളൂ. ഈ 10 അടയാളങ്ങളിൽ ഏതെങ്കിലും ഒരു അടയാളം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കണ്ണേറും നാവേറും തട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താം. അത് മനസ്സിലാക്കിയ ഉടനെ തന്നെ അതിനുള്ള പ്രതിവിധി കണ്ടെത്തണം. ഇല്ലെങ്കിൽ ഒരു നല്ല കാര്യവും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയില്ല. ഒന്നാമത്തെ അടയാളം കൈകാൽ കടച്ചൽ. 2. അമിതമായ ക്ഷീണം. 3. ഇടയ്ക്കിടെ കോട്ടുവായിടുക. 4. കാര്യതടസ്സം. 5. പെട്ടെന്നുണ്ടാകുന്ന രോഗം. 6. കണ്ണിന് ഇരുട്ട് സംഭവിക്കുക. 7. ചെവിയിൽ ഒരു തരം ശബ്ദം കേൾക്കുക. 8. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു സംശയരോഗം പോലെ. 9. എത്ര കിട്ടിയാലും തികയാതെ വരുക. 10. രക്തസംബന്ധമായ രോഗങ്ങൾ. മാത്രവുമല്ല, കണ്ണേറ് കൊണ്ട് നമുക്ക് മരണം വരെ സംഭവിക്കാം. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ ഇതിനുള്ള പ്രതിവിധി കണ്ടെത്തിയേ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വീടെന്ന സ്വപ്നം, വിവാഹം, ജോലി ഒന്നും തന്നെ നടക്കില്ല. മാത്രവുമല്ല, നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതാകും. ചെറിയ കുഞ്ഞുങ്ങൾക്ക് രോഗം വരും. നിങ്ങളുടെ സൗന്ദര്യം നശിക്കും. സമ്പത്ത് നശിക്കും. എല്ലാവരും കണ്ണേറിനെയും നാവേറിനെയും തീർച്ചയായും സൂക്ഷിക്കുക. കണ്ണേറും നാവേറും സംഭവിച്ചാൽ ഈ പറയുന്ന ദിക്റ് നിങ്ങൾ ചൊല്ലുക. അഊദു ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. ഈ പറയുന്ന ദിക്റ് എല്ലാ ദിവസവും ഓതുക. അല്ലാഹു നമ്മെ കണ്ണേറിൽ നിന്നും നാവേറിൽ നിന്നും കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ ദുആയിൽ എന്നെയും ഉൾപ്പെടുത്തുക.